ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്തുവാന്ന്. നമുക്കൊക്കെ ഇഷ്ടമുള്ള പഴങ്കഞ്ഞി. പക്ഷേ ഞങ്ങൾക്കേ ഉള്ളൂ ഇത് കുടിക്കാൻ പറ്റിയ ക്ലൈമറ്റ്. നാട്ടിലുള്ളവർക്ക് നല്ല മഴയും തണുപ്പും ആയതുകൊണ്ട് പഴങ്കഞ്ഞിയൊന്നും പറ്റത്തില്ല. അവർ നല്ല ചൂട് കഞ്ഞി ഉണ്ടാക്കി കുടിക്കുക. പഴങ്കഞ്ഞിയൊക്കെ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒക്കെ ഇപ്പോൾ ഈ യൂട്യൂബൊക്കെ കാണുന്നത് കൊണ്ടൊക്കെ കുറേയൊക്കെ അറിയാം. പക്ഷേ ഞാനൊക്കെ കുടിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ സുഖവും അതിൻ്റെ ടേസ്റ്റും ഒന്നും നമുക്ക് അത് കുടിച്ചവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. എന്തായാലും നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. കൂടുതൽ വാചകടിയൊന്നുമില്ല. ഓക്കെ, അപ്പം അതിന് വേണ്ടി കറികൾ ഒന്ന് കാണിച്ചേക്കാം. ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത് കോവയ്ക്ക മെഴുക്ക് പുരട്ടിയാണ്. അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, മഞ്ഞൾ പൊടി ഇട്ട് ചൂടായി വന്നപ്പോൾ എണ്ണ ചൂടായി വന്നപ്പോൾ മഞ്ഞളും കാശ്മീരി ചില്ലി പൗഡറും കുറച്ചിട്ടു. അതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വരുമ്പോഴത്തേക്കിനും നമുക്ക് കോവയ്ക്ക അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് മൂത്ത് വരുമ്പോഴത്തേക്കിന് അതിനകത്തേക്ക് നമുക്കൊരു സവോള അരിഞ്ഞതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കനം കുറഞ്ഞ് അരിഞ്ഞ് നീളത്തിലരിഞ്ഞ് സവോളയാണ് വേണ്ടത് കേട്ടോ. കൊത്തി അരിയേണ്ട, നീളത്തിലരിഞ്ഞ സവോള. പിന്നെ ഏത് കറിയും പറ്റും. ഇപ്പം ചില കറികളാണ് കൂടുതൽ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഴങ്കഞ്ഞി ഇങ്ങനത്തേതൊക്കെ കഴിക്കുമ്പം ടേസ്റ്റ് നൽകുന്നത്. അപ്പം മെഴുക്ക് പുരട്ടി ഇതൊക്കെ നല്ലതാണ്. കുറച്ച് കറിവേപ്പില, നല്ല പച്ച കറിവേപ്പിലയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് വാടി വരണം. ഈ കൂട്ടൊന്ന് വാടി വന്നിട്ട് മാത്രമേ, ഒന്ന് വാടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആവി കയറി ഒന്ന് മയപ്പെട്ട് വരുമ്പോഴത്തേക്കിനുമേ കോവയ്ക്ക നമ്മൾ ചേർത്ത് കൊടുക്കാവുള്ളൂ. ഈ ഒരു കളറായിരിക്കും ഇതിന് മെഴുക്ക് പുരട്ടിക്ക് വരുന്നത്. ഇതിനകത്ത് പച്ചമുളകൊന്നുമില്ല. ഈ യെല്ലോയും റെഡും കൂടെ മിക്സ് ചെയ്ത് വന്ന ഒരു കളറായിരിക്കും നമ്മുടെ മെഴുക്ക് പുരട്ടിക്ക് വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ നല്ല കട്ടി കുറച്ച് വൃത്തിക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കോവയ്ക്ക കട്ടി കുറഞ്ഞിരിക്കണം. എന്നാലേ ഉള്ളൂ കറക്റ്റായിട്ടെല്ലാം പീസുകളും നന്നായിട്ട് മൂത്ത് വരത്തുള്ളൂ. പിന്നെ ഇവിടെ റയാന് ഈ ചുമല കളറിലെ കോവയ്ക്ക അവന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതിന് മധുരമൊന്നുമില്ല കേട്ടോ. ഇതിങ്ങനെ ചുമന്ന് വന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അത് പച്ച തന്നെയാണ് സാധനം. പിന്നെ കണ്ടില്ലേ, ഇങ്ങനെയാണ് ഞാൻ കട്ടി കുറച്ച് കൈ കൊണ്ട് ഞാൻ അരിഞ്ഞാണ് നീട്ടി അരിഞ്ഞെടുത്തേക്കുന്നതാണ്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് ഇപ്പോൾ എന്ത് കളർ കോമ്പിനേഷനാണെന്ന് നോക്കുക. ഗ്രീന്, റെഡ്, വൈറ്റ്, നല്ല കളറ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി ഇടാം. സംഭവം കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഇനിയും ചെറുത് ഈ കിടന്ന് 2-3 നന്നായിട്ട് ആവി വരണം. അടച്ചു വെച്ച് നല്ലതായിട്ട് ആവി കയറി കഴിഞ്ഞിട്ട് നമുക്കത് തുറന്ന് വെച്ചിട്ട് ചെറുതീയിൽ അവിടെ ഇട്ടിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ടത് മെഴുക്ക് പുരട്ടിയായിട്ട് വരും. ഇപ്പം മിഡിൽ ഈസ്റ്റിലൊക്കെ നല്ല ചൂടായിട്ട് ക്ലൈമറ്റ് ചൂടിലേക്ക് നന്നായിട്ട് കയറിയിട്ടുണ്ട്. അപ്പോഴും ഞങ്ങൾക്കൊക്കെ ഇത് ഉച്ചയ്ക്കൊക്കെ ഒന്ന് കുടിക്കാൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സുഖമായിരുന്നു. പുറത്തുനിന്നൊക്കെ കയറിയിട്ട് രാവിലെയൊക്കെ പുറത്ത് പോയിച്ച് ഉച്ചയാകുമ്പോൾ ഒന്ന് കയറി വന്നാൽ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു സുഖമായി പഴങ്കഞ്ഞിയൊക്കെ കുടിക്കാനായിട്ട്. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ എൻ്റെ വീട്ടിൽ പഴങ്കഞ്ഞി ഞാൻ കുടിക്കുമെങ്കിലും ഇടയ്ക്കൊക്കെ എനിക്ക് കുടിക്കണമെന്ന് തോന്നുമ്പോൾ ഒക്കെ ഞാൻ കുടിക്കുമെങ്കിലും ഇങ്ങനെ ഫാമിലി മുഴുവത്തോടെ എല്ലാവർക്കും കൂടെ പഴങ്കഞ്ഞി കൊടുക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോഴേ ഇത് എൻ്റെ ഫാമിലിയിലെ ഫസ്റ്റ് പഴങ്കഞ്ഞിയും കൂടിയാണ്. അപ്പോൾ ഇത് എന്തുവാന്ന് അറിഞ്ഞപ്പോഴത്തേക്കിന് എന്നാൽ പിന്നെ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത്ര നാൾ ഞാൻ തന്നെ കുടിച്ചുകൊണ്ടിരുന്നപ്പം അവർക്കത് വലിയൊരു സംഭവമൊന്നും അല്ലായിരുന്നു. ഇപ്പം ഇങ്ങനെ ഒന്ന് നോക്കാമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കര സപ്പോർട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുതിയൊരു ചട്ടിയൊക്കെ വാങ്ങിച്ചു. ഓക്കെ, അപ്പോൾ ഈ സമയം കൊണ്ട് കണ്ടില്ലേ നമ്മുടെ കോവയ്ക്ക നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി തീ കുറച്ച് അവിടെ ഇടുക. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തേക്കുക. ഓക്കെ, അവിടെ കിടന്ന് റെഡിയായി വരുമ്പോഴത്തേക്കിനും നമുക്ക് ഒരു ചമ്മന്തി അരയ്ക്കാം. പഴങ്കഞ്ഞിക്ക് ഒരു ചമ്മന്തിയും കൂടെ ഉള്ളതല്ലേ എൻ്റെ ഒരു സുഖം. അപ്പോൾ ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് ചുട്ടരച്ച ചമ്മന്തി എങ്ങനെയാണ് റെഡിയാക്കാവുന്നതാണ്. ഗ്യാസ് മാത്രമേ ഉള്ളവർക്കുമൊക്കെ ചുട്ടരച്ച ചമ്മന്തിക്ക് ഇപ്പം തീക്കനലില്ല എന്നൊന്നും പറഞ്ഞുകൊണ്ട് വിഷമിക്കേണ്ട. ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. ഒരു ഫ്രൈങ് പാൻ വെക്കുക, എണ്ണയൊന്നും ഒഴിക്കരുത്. അതിലേക്ക് വറ്റൽമുളകോ കാശ്മീരി ചില്ലിയോ എന്തെങ്കിലും ചേർക്കുക. അതിലേക്ക് കൊച്ചുള്ളിയും കൂടെ ചേർത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമല്ലേ. അപ്പോൾ അതും കൂടെ ഞാൻ ഈ കൂട്ടത്തിൽ പെട്ടെന്ന് അങ്ങ് കാണിക്കാമേ. അരച്ച ചമ്മന്തി ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി തന്നെ ഇത് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചിങ്ങ് എടുത്തേച്ചാലും മതി. അപ്പം നമുക്കിപ്പോൾ കനലൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെയാണ് ഞാനിവിടെ ചുട്ടരച്ച ചമ്മന്തി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് മൂക്കുമൊന്നും വേണ്ട. ജസ്റ്റ് നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും അതൊന്ന് ആയി വന്നു എന്നുള്ളത് മനസ്സിലാവുമ്പോഴത്തേക്കിന് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള തേങ്ങാപ്പീരയും കൂടെ ഇട്ട് കൊടുക്കുക. അത് ബ്രൗൺ ഒന്നും ആവരുത് തേങ്ങ, ജസ്റ്റ് ഒന്ന് ആ വെള്ളം ഒന്ന് വലിഞ്ഞ് വരുമ്പോൾ നമുക്കത് മനസ്സിലാവും.
ആ പരുവത്തിന് വേണം അത് എടുക്കാനായിട്ട്. ഇപ്പോൾ കാണുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യമേ നമ്മളെടുമ്പോൾ ഒന്ന് വെള്ളം കാണും, പിന്നെ ആ വെള്ളം പതുക്കെ അങ്ങ് വലിയും, അപ്പോഴത്തേക്കിനും അത് കറക്റ്റ് മൂത്ത് വരും. പിന്നെ കനലിലിട്ട് നമ്മൾ എടുക്കുന്ന തേങ്ങ ഇട്ട് മൂപ്പിച്ചെടുക്കുന്ന ചമ്മന്തിയുടെ ആ ഒരു എന്താ പറയുക, ഒരു മണവും രുചിയും അത്രയും അങ്ങോട്ട് എത്തിയില്ലെങ്കിലും എന്നാലും ഒരു 70-80% ഇത് സക്സസ് ആണ് കേട്ടോ. അപ്പം ചുട്ടരച്ച ചമ്മന്തി കഴിക്കാൻ തോന്നുന്നവർക്ക് ഇത് വേണമെങ്കിൽ ഫോളോ ചെയ്യാം, ഈ റെസിപ്പി. അയ്യോ കല്ലില്ലേ തീയില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. കണ്ടില്ല, ഈ ഒരു രീതി വരും എന്ന് പറഞ്ഞുകൊണ്ട് വറുത്തരച്ച കറിയുടെ പരുവത്തിലേക്കൊന്നും കാര്യങ്ങൾ പോകരുത്. ഇത് മതി, ഇതാണ് എൻ്റെ കറക്റ്റായിട്ട് വന്നേക്കുന്നത്. ഇപ്പോൾ അത് പാനിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്, അത് മതി, അതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. ഓഫാക്കി ഇട്ടേക്കുക. പിന്നെ ഇനിയും കത്തിച്ച് കരിഞ്ഞു പോവുമോ കൂടുതൽ ബ്രൗൺ കളറാവുമോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ഇത് മതി. അപ്പോഴേ ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഇരിക്കും സംഭവം, ഇത് മതി. ചിലർ ഇച്ചിരിയും കൂടി ഒന്ന് മൂപ്പിക്കും ബ്രൗൺ കളറിലേക്ക് വരുന്നതിന്, അതിന് വേറൊരു ടേസ്റ്റാണ്. പക്ഷേ ഇത് മതി, ഇതാണ് എൻ്റെ കറക്റ്റ് പരുവം വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പം നമുക്കിനി ഇത് തണുത്തിട്ടേ നമുക്ക് ചമ്മന്തി അരയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോഴതവിടെ തണുക്കട്ടെ. ആ സമയം കൊണ്ട് കുറച്ച് ബീഫ് ഇരിപ്പുണ്ടായിരുന്നു, അതെടുത്ത് ഒലത്താനായിട്ട് ഇട്ടു ഒരു പാനിലേക്ക്. അപ്പം നമ്മുടെ ചമ്മന്തിയുടെ കൂട്ടെല്ലാം തണുത്ത് വന്നിട്ടുണ്ട്. കാണാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ കുറച്ച് വാളംപുളി ഞാൻ എടുത്തിട്ടുണ്ട്, ടാമറിൻ്റെ കുറച്ച്, ഒരു അര നെല്ലിക്ക വലുപ്പത്തിൽ. തേങ്ങ പീരയുടെ അളവിനനുസരിച്ച് വേണം പുളി എടുക്കാൻ. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ തേങ്ങയുടെ കൂട്ട്, അത് ഇത്രയും ഒരുമിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കുക. വെള്ളമൊന്നും ഞാനിതിന് ചേർക്കുന്നില്ല, വേണ്ടിയവർക്ക് വേണമെങ്കിൽ ഒരു സ്വല്പം വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. ഒന്ന് എടുക്കുമ്പോഴത്തേക്കിനും സംഭവം നല്ലതായിട്ട് കിട്ടും. പിന്നെ ഇത് എനിക്ക് തോന്നുന്നത് 2-3 ദിവസമൊക്കെ ഇരിക്കുകയും ചെയ്യും. ഇത് ഇങ്ങനെ ചെയ്ത് എടുത്തതായതുകൊണ്ട് ഇത് അഴുക്കായി പോകത്തില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ചമ്മന്തി അരച്ചിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയായിരിക്കുന്നത് എന്നുള്ളത്. അല്ല, ഇങ്ങനത്തെ ഈ റെസിപ്പീസും കാര്യങ്ങളും ഒക്കെ നമ്മുടെ കേരളത്തിലുള്ളവർക്കും വേണ്ടി മാത്രമുള്ളതാണ്. നമ്മുടെ മാത്രം സ്വന്തം റെസിപ്പീസാണ്, നമ്മുടെ സ്വന്തം ടേസ്റ്റുകൾ അല്ലേ. ഇതൊക്കെ നമ്മൾ എവിടെ പോയാലും എവിടെയൊക്കെ ജീവിച്ചാലും എങ്ങനെയൊക്കെ കണ്ടോ. ഇപ്പോൾ നമ്മുടെ ചമ്മന്തി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, ഇങ്ങനെ ഇരിക്കും സംഭവം. വേണമെങ്കിൽ 1-2 കാന്താരിയും കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. അടിപൊളി സംഭവം. നമ്മുടെ ചുട്ടരച്ച ചമ്മന്തി റെഡിയായിട്ടുണ്ട്. വന്നാൽ നമുക്ക് വല്ലതും കഴിക്കാൻ ഇങ്ങനത്തെയൊക്കെ കൊതിയുണ്ടെങ്കിൽ നമ്മളങ്ങ് ഉണ്ടാക്കി കഴിക്കുക. അതിപ്പോൾ ഞാൻ ഇന്ന സ്ഥലത്തായതുകൊണ്ട് ഞാനിതൊന്നും കഴിക്കാൻ വയ്യെന്നോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് വേണ്ടിയ ആഹാരം നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുക. നമ്മുടെ മെയിൻ ഐറ്റം ഞാൻ പറഞ്ഞില്ലല്ലോ, പഴങ്കഞ്ഞി എങ്ങനെയാണ് ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ പുതിയ ചട്ടി കേട്ടോ. നല്ല കളറിലുള്ള നല്ലൊരു ചട്ടി, നല്ല കണക്കിനുള്ള ഒരെണ്ണം ഒത്ത് കിട്ടി. അപ്പോൾ അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ചോറും വെള്ളവും തൈരും ഉപ്പും ചുവന്നുള്ളി ചതച്ചതും കാന്താരി മുളകും കൂടെ ഇട്ട് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ചുവന്നുള്ളി ചതച്ചാണ് ഞാൻ ഇട്ടേക്കുന്നത് കേട്ടോ. അങ്ങനെ അരിഞ്ഞിടല്ല, ചതച്ച് തന്നെ ഇടണം. പിന്നെ കാന്താരി ഞാൻ ഞെരടിയിട്ടില്ല, ആവശ്യമുള്ളപ്പം മാത്രം വേണ്ടിയവർക്ക് മാത്രം ഞെരടി എടുക്കുക. ഓക്കെ, ഇതിങ്ങനെ ഭയങ്കര തണുപ്പാണ് ഇതിന് കേട്ടോ. ഇത് ചട്ടിക്കകത്തിരുന്നിട്ട് നല്ല സൂപ്പറായിട്ട് തണുത്തിരിക്കുക സംഭവം. ഭയങ്കര ടേസ്റ്റും, അത് തന്നെ നമുക്ക് വേണമെങ്കിൽ കഴിക്കാം. പിന്നെ ഇന്നലെ തലേദിവസം വെച്ച മീൻകറിയുടെ മിച്ചം ഇരിപ്പുണ്ട് കണ്ടോ. അത് ഞാനിങ്ങനെ ചൂടാക്കി പുറത്ത് തന്നെ വെച്ചേക്കും മീൻകറി കേട്ടോ, അടുത്ത് ഫ്രിഡ്ജിലൊന്നും വെക്കത്തില്ല. അപ്പോഴത് നല്ല കറക്റ്റായിട്ട് ഇരിപ്പുണ്ട്. എന്തൊരു കളറാണല്ലേ. പിന്നെ ഇത് നമ്മുടെ കോട്ടയം മീൻകറിയാണ് കേട്ടോ. കോട്ടയം മീൻകറിയുടെ നല്ലൊരു റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്, എല്ലാവരും അതൊന്ന് കാണണം കേട്ടോ. അത് നല്ലൊരു കറക്റ്റ് പ്രൊസീജിയറാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇത് നല്ല കുടംപുളിയൊക്കെ ഇട്ട് വെച്ചിരുന്ന മീൻകറിയാണ്. നല്ല പുളിയും എല്ലാം നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ ഇതൊന്ന് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കത്തില്ല, ഇത് പുറത്ത് തന്നെ വെച്ച് എല്ലാ ദിവസവും ഒന്ന് ചൂടാക്കി പുറത്ത് തന്നെ ഇരിക്കും. അപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ് ഞാനിവിടെ അത് സൂക്ഷിക്കുന്നത്. ഇവിടെ ഒന്നും അങ്ങനെ അഴുക്കാകത്തൊന്നും, ചട്ടി വെക്കുന്നതുകൊണ്ടാണ് കേട്ടോ അഴുക്കാകാത്തത്. അല്ലാതെ ഫ്രൈങ് പാനിലൊക്കെ വെച്ചാൽ പുറത്ത് വെക്കരുത്, അഴുക്കായി പോകും. പിന്നെ മല്ലിപ്പൊടിയൊന്നും ഇല്ല ഇതിനകത്ത്. പിന്നെ നമ്മുടെ മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട്, ചമ്മന്തി റെഡി ആയിട്ടുണ്ട്, ബീഫ് ഉലർത്തി റെഡി ആയിട്ടുണ്ട്, 2 കാന്താരി ഇവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. വേണ്ടിയവർക്ക് ഞെരടിയെടുക്കാം. പിന്നെ പിള്ളേരൊക്കെ ഉള്ളപ്പോൾ ഇടരുതെന്ന് വെച്ചാൽ അതിൻ്റെ അരിയൊക്കെ ചെന്നാൽ അവർക്ക് എരിക്കട്ടി അങ്ങനെ എടുക്കുന്നത്. ഇത് ഞാൻ നേരത്തെ എല്ലാം ഇട്ട് വെച്ചേ, എല്ലാം പിടിച്ച് കാണും. അതിനത്രയും ഡാഡിക്കാണല്ലോ അല്ലേ. ഓക്കെ, ഇത് ഡാഡിക്ക്, ഇത് ഓക്കെ. ഇനി ഓക്കെ മീൻകറി,
ഓക്കെ. നീ ആ ചാറ് അതിനകത്തുനിന്ന് എടുത്തോണേ. ഇനി പറയൂ. ഡാഡി പുറത്ത് പോയിട്ട് ക്ഷീണിച്ച് കയറി വന്നിരിക്കുക. ഡാഡിക്കൊന്നും പറയാനുള്ള ആക്കമില്ല. കുട്ടാപ്പി നോക്കുന്നു ഇതെന്തോ എന്ന് പ്രത്യേകതയായിട്ട് എന്തൊക്കെ സംഭവങ്ങളാണ് കണ്ടില്ലേ. കാന്താരി ഡാഡിക്ക് വേണമെങ്കിൽ ഒന്ന് ഞെരടിക്കോ അതിനകത്ത് കേട്ടോ. എങ്ങനെയുണ്ട്? മീൻകറി കൂട്ടി കഴിക്കണം. മതി എന്നാൽ മീൻചാറ് കൂട്ട്. അവന് കറി കൊടുക്ക ഡാഡി. കോവയ്ക്ക എടുത്ത് കൊടുക്ക. എല്ലാം കൂട്ടണം. ആ നീ കുഞ്ഞായിരുന്നപ്പോൾ നിന്നെ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ മമ്മി ഇത് ഒത്തിരി കഴിക്കുമായിരുന്നു കേട്ടാ. ഇപ്പം എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? പഴങ്കഞ്ഞിക്ക് ടേസ്റ്റ് ഉണ്ട്. ബീഫ് കൂട്ടി. ബീഫ് തന്നെയല്ലേ? ആ മീനാണ് ശരിക്കും പഴങ്കഞ്ഞിക്ക് വേണ്ടത്. തലേദിവസത്തെ മീൻകറിയാണ് ഇതിന് വേണ്ടത് ശരിക്കും. ബീഫും ചോറും ഒക്കെ. എങ്ങനെയുണ്ട് റാൻ? അടിപൊളിയല്ലേ? വല്ലപ്പോഴും ഒക്കെ ഇനി നോക്കാം അല്ലേ? ഇനി ചൂടുകാലത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നോക്കാൻ പറ്റിയ എപ്പോഴും വേണം. എപ്പോഴും തരാം. ഇനിയിപ്പോൾ ക്ലാസ് തുടങ്ങും. പഴയ പോലെ അങ്ങ് ആവും. ഓക്കെ. ഇനിയിപ്പം ഞാൻ കഴിക്കട്ടെ. പുള്ളിയുടെ ഡിപ്പാർട്ട്മെൻ്റ് അല്ല കൊച്ചവൻ്റേത്. അവൻ്റെ ഫുഡ് അല്ലല്ലോ ഇതൊന്നും. ടേസ്റ്റി. നമുക്കൊരു ചട്ടിയേ ഉള്ളാഞ്ഞു. ബാക്കി മീൻ ചട്ടിയൊക്കെ അല്ലേ അതെങ്ങനെയാണ് എടുക്കുന്നത്. അപ്പം മറ്റേ ചട്ടി ഇപ്പം മിക്കവാറും ഞാൻ തന്നെ എടുത്ത് ചട്ടിക്കകത്ത് ഞാൻ പഴങ്കഞ്ഞി കുടിക്കും. അതിനകത്ത് വേണം കഴിക്കാൻ ശരിക്കും. ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് പുറത്ത് പോകുമ്പോൾ ഒരു ചെറിയ 1-2 ചട്ടിയും കൂടെ മേടിക്കാം നിനക്കും ഡാഡിക്കും. ഓക്കെ. ഇപ്പം നമ്മുടെ പ്രശ്നം സോൾവ് ആവും. റയാനാണെങ്കിൽ ടേസ്റ്റ് കാരണം ഒരു രക്ഷയില്ല. അതെന്നറിയോ? ആ തൈരിനകത്ത് കൊച്ചുള്ളിയൊക്കെ ഇട്ട് ചതച്ച കൊച്ചുള്ളി. പച്ചമോരല്ല തൈരാ ഞാൻ ഒഴിച്ചത്. വെള്ളമാകുമ്പോൾ പച്ചമോര് പോലെ നമുക്ക് തോന്നും. അതും കൂടെ ഇട്ടിട്ട് ഇളക്കി നേരത്തെ വെച്ചു. അപ്പം അവർ കഴിക്കട്ടെ. നമുക്കവരെ ശല്യം ചെയ്യേണ്ട. നമ്മുടെ വീഡിയോ അങ്ങ് വേണ്ട പേരേക്കാം നമുക്ക്. ഓക്കെ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കൂടെ വീണ്ടും കാണാം. ബൈ. പുള്ളിക്ക് ബോധിച്ചു പോയി. പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു പോയി. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഞാൻ ചട്ടിക്കകത്ത് കഴിക്കുന്നതുകൊണ്ട് എനിക്ക് അതിനകത്തല്ലാതെ തന്നെ ഇതിനകത്ത് കഴിക്കണം പറയണേ. അപ്പോഴാണ് ശരിക്കുള്ള തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യും. ഒരു ചട്ടി കൂടെ എടുക്കും. സൂപ്പറാ അല്ലേ? ചൂടുകാലത്ത് ബെസ്റ്റാണ് അല്ലേ? പപ്പടം മറന്നുപോയി. കാച്ചണമെന്ന് വിചാരിച്ചാൽ മറന്നുപോയി. അടുത്ത പ്രാവശ്യം വേറെ രീതിയിലെ കറികളുമായിട്ട് പുതിയ പഴങ്കഞ്ഞി തരാം. ഓക്കെ. അടുത്ത സാറ്റർഡേ ആയിക്കോട്ടെ. ഓരോ സാറ്റർഡേയിലും നമുക്ക് ഓരോ വിധം ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ.